ഈ വീഡിയോയിൽ നിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പ്രായശ്ചിത്തം, അതായത് മുഹൂർത്ത പ്രായശ്ചിത്തം. നമ്മളിപ്പോൾ ഒരു അടിയന്തര കാര്യങ്ങൾക്ക്, ഉദാഹരണം ക്ഷേത്ര സംബന്ധമായിട്ടുള്ള പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക്, അതല്ലെങ്കിൽ വിവാഹപരമായിട്ടുള്ള ചടങ്ങ്, അല്ലെങ്കിൽ വാസ്തു സംബന്ധമായിട്ടുള്ള പൂജാതി കർമ്മകാര്യങ്ങളോട് കൂടിയുള്ള പാലുകാഴ്ച ചടങ്ങ്, ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള മഹാകർമ്മങ്ങൾക്കെല്ലാം നമ്മൾ നേരം കുറിപ്പടി നേരത്തെ തന്നെ ജ്യോത്സ്യരെ കൊണ്ട് എഴുതി വെപ്പിക്കാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ അത്തരം നേരങ്ങൾക്കൊന്നും നമുക്ക് ആ ചടങ്ങുകൾ ചെയ്തു പോകാൻ പറ്റാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇതിന് അടിയന്തരപരമായിട്ടുള്ള എളിയ രീതിയിലുള്ള ഒരു പ്രായശ്ചിത്ത പൂജാതി കർമ്മകാര്യങ്ങൾ തന്ത്രവിദ്യയിലുണ്ട്. ഇത്തരം കാര്യങ്ങൾ ചെയ്തു മാറിയതിന് ശേഷം മാത്രമേ അടുത്ത നേരം കൃത്യമായിട്ട് നമ്മൾ എടുത്ത് ബാക്കി ചടങ്ങുകളിലോട്ട് പോകുന്നു. അപ്പോൾ ഈ മുഹൂർത്തം നമ്മൾ എഴുതിയെടുക്കാൻ നേരത്ത് ഈ തടസ്സഗതി വരുന്നത് നമ്മളങ്ങ് മറക്കും. നമ്മൾ ഈ ആകാംക്ഷയോടുകൂടി പോയി ചെയ്യുന്ന ആ മുഹൂർത്ത പദവിയിൽ നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിലുള്ള തടസ്സങ്ങൾ വന്നു കഴിയും, നമ്മളതങ്ങ് മറക്കും. പിന്നീട് നമ്മൾ അതിനൊരു അടിയന്തരങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാതെയാണ് പിന്നീടുള്ള കാര്യങ്ങളിൽ നമ്മൾ മുമ്പോട്ട് പോകുന്നത്. എന്നാൽ ഈ ചടങ്ങുകൾ തടസ്സപ്പെട്ട് മുമ്പോട്ട് പോയി നമ്മളുടെ ഇഷ്ടാനുസരണപരമായിട്ടുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ചൈതന്യം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ലോപം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് ചില സമയങ്ങളിൽ പ്രശ്നവിധി പ്രകാരം ഒന്നും പ്രശ്നങ്ങളിൽ തെളിയത്തുമില്ല, നമ്മളിതൊട്ട് അറിയാൻ പോകുന്നതുമില്ല, അറിയത്തുമില്ല. ഇതൊരു നെഗറ്റീവ് ഇങ്ങനെ കറങ്ങി നിന്ന് ഏറ്റവും അവസാനം ആ വളർന്നു വരുന്ന കലകളെ നശിപ്പിക്കത്തക്ക രീതിയിലുള്ളൊരു ബാധാ കലയായിട്ട് മാറും. അതിനോടനുബന്ധമായിട്ട് നമ്മുടെ എല്ലാ പ്രവൃത്തികൾക്കും, ആ സ്ഥാപനത്തിനായാലും മറ്റെല്ലാ കാര്യങ്ങൾക്കും ചൈതന്യം ലോപമായി നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് ഉദ്ദേശിക്കുന്ന രീതിയിൽ പോകാൻ പറ്റാത്ത വിധത്തിലായി മാറും. അപ്പം ഈ എളിയ രീതിയിലുള്ള വഴിപാട്, അതായത് മുഹൂർത്ത പ്രായശ്ചിത്തം കൃത്യമായിട്ട് അതിൻ്റെ പരിഹാരത്തോടു കൂടി ചെയ്ത് പോയാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകത്തുമില്ല. ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്ന കാര്യങ്ങളുമല്ല. പക്ഷേ ഈ കാര്യങ്ങളിലാണ് ഒരു ദൈവീകത്വവും ദൈവീയ ചൈതന്യവും അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും നമുക്ക് കാണാനോ മറ്റ് കേൾക്കാനോ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ എങ്കിലും ഈ തന്ത്രവിധിയിൽ ഇങ്ങനെയൊക്കെയുള്ള നിഗൂഢതകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇതൊന്നും ആരും ശ്രദ്ധിക്കാറുമില്ല, ഇത് കൈകാര്യം ചെയ്യുന്നവരോട്ട് പറഞ്ഞു കൊടുക്കാറുമില്ല. അപ്പം ഈ നേരം എടുക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല. ഇപ്പോൾ വീട് പണിയാണെന്നുണ്ടെങ്കിൽ ഏകദേശം പൂർത്തീകരണത്തോടു കൂടി അനുബന്ധമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാവൂ. അതിൽ 6 മാസം മുന്നേ ഒന്നും പോയി ഇതുവക കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ പ്രതീക്ഷിക്കുന്ന കണക്കുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ഉപരി നമ്മൾ എത്ര പ്രായശ്ചിത്ത പൂജാതി കർമ്മ കാര്യങ്ങൾ ചെയ്താലും അത് ശോഭനീയമായി വരുത്തുകയില്ല. എന്നാൽ ഒരു പൂജ നമുക്കിതിന് ചെയ്യാം പരിഹാരാർത്ഥമായി. ഇതിനു മുമ്പ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കൃത്യമാകുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാതിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അവർ ചെയ്യേണ്ട ഒരു കാര്യം, ത്രിസന്ധ്യ സമയത്ത് നെയ്വിളക്ക് കത്തിച്ച് ഭുവനേശ്വരി ദേവിയെ പൂജിക്കുക. സമഷ്ട ദോഷഗതികളും ദേവി അത് സ്വീകാര്യാർത്ഥമായി ക്ഷമിക്കും. അപ്പോൾ ഇതിനൊരു താന്ത്രി ആചാര്യനെയോ അല്ലെങ്കിൽ മറ്റ് ക്ഷേത്രത്തിലോ പൂജാരിമാരെ സമീപിച്ച് പ്രായശ്ചിത്ത കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല. അവരവരവർക്ക് അവരവരുടെ ആരുടങ്ങളിലും പ്രസ്ഥാനത്തും ഇരുന്നതൊക്കെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ. അതൊരു ദക്ഷിണ വെക്കുക. ആ ദക്ഷിണ ഏതാണോ ഉപാസനമൂർത്തി, ആ ഉപാസനമൂർത്തിയുടെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പണം വഞ്ചിയിൽ ചെയ്തതിന് ശേഷം അവിടെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന യഥാശക്തി അനുസരിച്ചുള്ള വഴിപാടുകളും ചെയ്ത് ആ ഒരു പൂജ സമാപ്തമാക്കി മാറ്റുക. അപ്പോൾ ഭുവനേശ്വരി പൂജയാണ്. ഭുവനേശ്വരി പൂജ മന്ത്രഗതികളെന്ന് പറയുന്നത് അഷ്ടോത്തരം 108 അഷ്ടോത്തരമുണ്ട്. അത് നോക്കി 108 അഷ്ടോത്തരം ദേവിയുടെ തൃപ്പാദങ്ങളിൽ പുഷ്പം സമർപ്പണം ചെയ്യുന്നതായി വിളക്കിൻ്റെ പാദത്തിൽ സമർപ്പണം ചെയ്ത് കർപ്പൂരാരാധന നടത്തി ആ ജലമെടുത്ത് തളിച്ച് അത് നമ്മൾ തീർത്ഥമായിട്ട് കുടിക്കുക. അപ്പോൾ ഇങ്ങനെ എളിയ പൂജകൾ നമ്മൾ തന്നെ കഴിയുന്നതും ചെയ്താൽ ആ കിട്ടുന്ന സന്തോഷം അത് തന്നെയാണ് നമ്മൾക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങളും മുമ്പോട്ടുള്ള ആ ചൈതന്യം നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യും.